പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം വളരെ സങ്കടകരമായ ഒരു വാർത്ത നമ്മൾ കേട്ടു. ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥി തൻ്റെ അധ്യാപികയുടെ മാനസിക പീഡനം കാരണം മരണപ്പെട്ടു എന്നുള്ള വാർത്ത. ആ വാർത്തയുടെ സത്യാവസ്ഥയൊന്നും നമുക്കറിയില്ല, എന്താണ് സംഭവിച്ചത് എന്നുള്ളതൊന്നും നമുക്കറിയില്ല. എങ്കിലും വാർത്തയ്ക്ക് താഴെ വന്ന ചില കമൻറ്റുകൾ ഉണ്ടായിരുന്നു. ഞങ്ങളും ഈ ഘട്ടങ്ങളിലൂടെ എല്ലാം കടന്നു വന്നതാണ്. ഞങ്ങളെയും ഞങ്ങളുടെ അധ്യാപകർ ഒരുപാട് അടിച്ചതും ഉപദ്രവിച്ചതും ഒക്കെയാണ്. പക്ഷേ ഞങ്ങളൊക്കെ മരണപ്പെടുമായിരുന്നെങ്കിൽ ഒരുപാട് വട്ടം മരിക്കണമായിരുന്നു എന്നൊക്കെയുള്ള കമൻ്റ് ഉണ്ടായിരുന്നു. ഒരു നിമിഷം നമ്മൾ ആലോചിക്കുമ്പോൾ അന്നത്തെ ആ ജനറേഷനും പുതിയ ലോകത്തെ കുട്ടികളും തമ്മിൽ ഒരുപാട് അന്തരമുള്ളതായിട്ട് നമുക്ക് മനസ്സിലാവും. അന്ന് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ഒരുപാട് ക്ഷമ പഠിപ്പിച്ചിരുന്നു, ഒരുപാട് സഹിക്കാൻ പഠിപ്പിച്ചിരുന്നു. ഒരാവശ്യങ്ങൾ പറയുമ്പോൾ ഒരുപാട് കാലം അതിനുവേണ്ടി പുറകെ നടക്കുമ്പോൾ മാത്രമായിരുന്നു അന്ന് ആവശ്യങ്ങൾ സാധിച്ചു കിട്ടിയിരുന്നത്. അന്നൊരു കുടുംബത്തിൻ്റെ തീരുമാനങ്ങളുടെ അവസാന വാക്കും മാതാപിതാക്കളായിരുന്നു. പുതിയ ജനറേഷനിലേക്ക് വന്നപ്പോൾ പല വീടുകളുടെയും തീരുമാനങ്ങൾ എടുക്കുന്നത് ആ വീട്ടിലെ ചെറിയ കുട്ടികളായിരിക്കും. ഒരാവശ്യം പറയുമ്പോൾ അതിനേക്കാളും കൂടുതൽ സാധനങ്ങൾ വാങ്ങിച്ച് അവരുടെ മുന്നിൽ വെച്ച് കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തുന്ന മാതാപിതാക്കൾ ആ മക്കളെ ഒരുപാട് ദുർബലരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പരുവപ്പെട്ട ദുർബല ഹൃദയരാണ് ഓരോ ക്ലാസ്സിലും ഇരിക്കുന്ന കുട്ടികളൊക്കെ. ഇത്തരത്തിലുള്ള രണ്ട് ജനറേഷനുകളിലും തമ്മിലുള്ള അന്തരത്തിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ പുതിയ ജനറേഷനെ കുറ്റപ്പെടുത്താൻ. അങ്ങനെ പരുവപ്പെട്ടു വരുന്ന ഈ ദുർബല ഹൃദയരെ കൈകാര്യം ചെയ്യുന്നത് അധ്യാപകർക്ക് ഒരുപാട് പ്രയാസം നിറഞ്ഞൊരു ടാസ്ക്കാണ്. അധ്യാപകർ അവരുടെ അധ്യാപക ധർമ്മം നിർവഹിക്കാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കുന്നു. ഒരു കുട്ടിയും വഴിതെറ്റിപ്പോകാതെ എല്ലാവരും നല്ല മക്കളായിട്ടിരിക്കുവാൻ വേണ്ടി ആ ടീച്ചർമാർ പരിശ്രമിക്കുന്നു. പക്ഷേ എവിടേക്കോ അധ്യാപകർക്കും പാളിപ്പോകുന്നുണ്ട്. ഒരുപക്ഷേ അവരുടെ വൈകാരികമായ അന്നത്തെ സാഹചര്യം വെച്ചുകൊണ്ട് ചില വഴക്കുകളൊക്കെ പറയുന്നു. പക്ഷേ വഴക്കിൻ്റെ ആഘാതം ചെന്നെത്തുന്നത് എങ്ങനെയെന്ന് ഒരു തിട്ടവുമില്ലാത്ത കാലത്താണ് നമ്മളുള്ളത്. അതുകൊണ്ട് അധ്യാപകരോട് കുറച്ചുകൂടെ ശാസ്ത്രീയപരമായി ഇടപെടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പരിശീലിക്കണം. മാതാപിതാക്കളോട് കുട്ടികളെ കുറച്ചും കൂടെ ബോൾഡാക്കി ജീവിപ്പിക്കുന്നതിന് ശ്രമിക്കണം. അങ്ങനെ അധ്യാപകരും മാതാപിതാക്കളും ചേർന്ന ഒരു കോംബോയിലൂടെ മാത്രമേ നല്ല മക്കളെ വാർത്തെടുക്കാൻ കഴിയുള്ളൂ. ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഭാവിയിൽ തുടരാതിരിക്കുകയുള്ളൂ. അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളോ വിഷമങ്ങളോ കുട്ടികൾ വന്ന് പറയുമ്പോൾ നല്ല ഒരു കേൾവിക്കാരാകാൻ ഓരോ മാതാപിതാക്കളും ശ്രമിക്കണം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം വളരെ സങ്കടകരമായ ഒരു വാർത്ത നമ്മൾ കേട്ടു. ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥി തൻ്റെ അധ്യാപികയുടെ മാനസിക പീഡനം കാരണം മരണപ്പെട്ടു എന്നുള്ള വാർത്ത. ആ വാർത്തയുടെ സത്യാവസ്ഥയൊന്നും നമുക്കറിയില്ല, എന്താണ് സംഭവിച്ചത് എന്നുള്ളതൊന്നും നമുക്കറിയില്ല. എങ്കിലും വാർത്തയ്ക്ക് താഴെ വന്ന ചില കമൻറ്റുകൾ ഉണ്ടായിരുന്നു. ഞങ്ങളും ഈ ഘട്ടങ്ങൾ